നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് UDF നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ്. സ്ത്രീകളുടെ സൗജന്യ യാത്ര. എന്നാൽ എന്തിലും കുറ്റം കാണുന്ന പ്രതിപക്ഷം ഇക്കാര്യത്തിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സർക്കാരിന്റെ പരിപാടി ബഹിഷ്കരിക്കുക. തങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ചെയ്യാൻ സാധിക്കാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അസൂയ. അതിന് പണ്ടേ മരുന്നില്ല. എന്തായാലും KSRTCയിൽ ഓർഡിനറി ബസ്സിൽ മാത്രമല്ലല്ലോ ഫ്രീ എന്നായിരുന്നു നേരത്തെ UDF പറഞ്ഞത് എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത്. ഇപ്പോ അത് എങ്ങനെ മാറ്റിയെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുള്ള ഒരു സംശയം. എന്തായാലും മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ല എന്നും ഇത് ആളെ പറ്റിക്കലാണ് എന്നാണ് മറ്റൊരു വാദം. എന്തായാലും UDF സർക്കാർ പറയുന്നതൊന്നല്ല, ചെയ്യുന്നത് മറ്റൊന്നാണ് എന്നുള്ള കുറ്റപ്പെടുത്തലും പുറകെ എത്തുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ വിവാദങ്ങൾ നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി നാളെ മുതൽ KSRTC ഓർഡിനറി ബസ്സുകൾ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാകും. യാത്രയ്ക്ക് നിരക്കില്ല എങ്കിലും യാത്രക്കാർ നിർബന്ധമായും കണ്ടക്ടറിൽ നിന്നും സീറോ വാല്യൂ ടിക്കറ്റ് കൈപ്പറ്റേണ്ടത് അത്യാവശ്യമാണ്. KSRTC ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സൂചിപ്പിക്കുന്ന പ്രത്യേക സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ടാകും. യാത്രക്കാർ ബസ്സിൽ കയറിയ ശേഷം കണ്ടക്ടറോട് വിവരം അറിയിച്ച് 0 രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റുകൾ കൈപ്പറ്റേണ്ടതുണ്ട്. KSRTC ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഫ്രീ ആണെന്ന് കരുതി സീറോ ബാലൻസ് ടിക്കറ്റ് കൈപ്പറ്റാതിരുന്നാൽ അതിനപ്പുറത്തെ പിഴ നൽകേണ്ടി വരും എന്നതാണ് ഈ മുന്നറിയിപ്പ്. യാത്രക്കാരുടെ കൃത്യമായ എണ്ണം രേഖപ്പെടുത്തുന്നതിനും പദ്ധതിയുടെ ഭാഗമായാണ് സർക്കാരിൽ നിന്നും KSRTCക്ക് ലഭിക്കേണ്ട സബ്സിഡി കണക്കാക്കുന്നതിനുമാണ് ഈ 0 രൂപ മൂല്യമുള്ള ടിക്കറ്റുകൾ നൽകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രിയദർശിനി പദ്ധതിയിലൂടെ പൊതുഗതാഗത രംഗത്ത് സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും ഭാഗത്തിന്റെയും സഞ്ചാര സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ, അതായത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8:30 മുഖ്യമന്ത്രി പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാവുക. എല്ലാത്തരം ഓർഡിനറി KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ലഭ്യമായിരിക്കും. സൗജന്യ യാത്ര ലഭ്യമാകുന്ന ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിക്കുന്നതും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രിയദർശിനി ബസ് യാത്രാ നിരക്ക് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് 3125 ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക. അപ്പോൾ സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുന്നതിന് ബസ്സിന്റെ മുൻവശത്തും വാതിലുകളിലും സമീപം പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. സീറോ ടിക്കറ്റ് ആണ് എങ്കിലും കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നും സൗജന്യ യാത്ര ഇല്ലാത്ത ബസ്സിൽ കയറിയാൽ സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി പറയണമെന്നും ജീവനക്കാർക്ക് KSRTC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രത്യേകം ടിക്കറ്റ് നൽകണമെന്നും അധിക ലഗേജിന് ചാർജ് ഈടാക്കുമെന്നും KSRTC ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും നാളെ മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാവുക.